ഹലോ ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ അവിടെ ഫുൾ കോട കെട്ടിയൊക്കെയാണ്, നമുക്ക് ഒന്നും കാണുന്നില്ല. ഭയങ്കര വൈബാണ്. ഇങ്ങോട്ട് കയറണമെങ്കിൽ അഡ്വഞ്ചർ മസ്റ്റാണ്. നമ്മൾ കയറി അവിടെ നിന്നാലാണ് നമുക്ക് ആ വ്യൂ, കാൽവറി മൗണ്ടിൻ്റെ യഥാർത്ഥ വ്യൂവും ആ മഞ്ഞൊക്കെ നമുക്ക് കിട്ടുള്ളൂ. കൂടുതൽ സ്പോട്ട് പോവാം, പക്ഷെ നമ്മളെല്ലാ സ്പോട്ടും എൻജോയ് ചെയ്ത് വൈബ് അടിച്ചിട്ടേ നമ്മൾ ഇറങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ വയ്യോ നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അടിക്ക് ഇറങ്ങാം. നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്തുള്ള ഒരു നിയർ ബൈ വ്യൂ പോയിൻ്റ് കാണാനാണ് പോകുന്നത്. നമുക്ക് ട്രക്കിങ്ങിന് ജീപ്പ് വരാൻ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ അടുത്തുള്ള വ്യൂ പോയിൻ്റ് ഒന്ന് കാണാൻ വിചാരിച്ചു. ഇതാണ് ഇപ്പോൾ നമ്മുടെ നിയർ ബൈ വ്യൂ പോയിൻ്റ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചില്ല് ചെയ്തു. നമ്മുടെ ജീപ്പ് അവിടെ വന്നിട്ടുണ്ട് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. സോ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് തന്നെ വന്നതുകൊണ്ട് തിരിച്ചങ്ങോട്ട് നടക്കേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജീപ്പ് കയറി ട്രക്കിങ്ങിന് പോവാണ്. ട്രക്കിങ്ങിൻ്റെ വൈബ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ പിള്ളേർ സെറ്റ് ഈ ജീപ്പിൽ അങ്ങോട്ട് സെറ്റായി നമ്മൾ പൊളിക്കാൻ പോവാണ്. അപ്പോൾ ചേട്ടാ പോവാം. 50 മടം 80 തേടാം 5 വിരൽ ആദായം വെട്ടി വിടുവിനായി എട്ടി വിടുവുണൈ ഉന്നുடைய துணைய முந்தானை இவன் ஒரு அதிசய புலி இவன் இருப்பது நகர்ந்தது புலி അത് അറിഞ്ഞിരു. എങ്ങനെയായിരുന്നു ഗൈസ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? നൈസായിട്ട് ഒന്നും അടുത്തത് കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആണ് ഗൈസ്. നമ്മള് ഒട്ടുകുത്തി പോകാൻ പോണ്. കിടില എക്സ്പീരിയൻസ് ആയിരുന്നു, കിടില അഡ്വഞ്ചർ ആയിരുന്നു. നമ്മളോട് ഗൈഡ് ചെയ്ത ആ ചേട്ടന് ഭയങ്കര താങ്ക്സ്. അപ്പോൾ ഇത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ താങ്ക് യു. എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണു. അപ്പോൾ ഗൈസ്, ബാക്ക് സൈഡിലെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ബാക്ക് സൈഡിൽ വന്നിരിക്കുകയാണ്. അതും തെറ്റത്ത് പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ, ഒരു എക്സ്പീരിയൻസ്. നോക്കി ഇറങ്ങിക്കോ, ചരലാണ് ചിലപ്പോ അങ്ങനെ അങ്ങോട്ട് പോകും. നോക്കി ഇറങ്ങിക്കോ. ആ കാണുന്ന മലയുടെ അവിടേക്കാണ് പോകുന്നത്. ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ച മല അതാണ്, പക്ഷെ അതിക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. ഇപ്പൊ നമ്മള് വേറെ മലയുടെ മേലാണ്. ഇതാണ് ഗൈസ് ഇവിടെ നിലത്ത് നോക്കിയാൽ കാണുന്ന വ്യൂ. നമ്മളിപ്പോ തേനി ജില്ലയുടെ ഭാഗമാണ്, തമിഴ്നാട്ടിന്റെ ഭാഗമാണ് തേനി ജില്ല. തേനി ജില്ലയിലാണ് നമ്മളിപ്പിക്കുന്നത്. നമ്മുടെ മേളിൽ വണ്ടി ഇട്ടില്ലേ, ആ വണ്ടി ഇട്ട് ആ സൈഡ് മൊത്തം കേരളമാണ്, ഇപ്പുറത്തെ സൈഡ് മൊത്തം തമിഴ്നാടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. നമ്മൾ നിൽക്കുന്നത് സീ ലെവലിൽ 3600 അടി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഈ കാണുന്ന കല്ലില്ലേ, കല്ലിന്റെ ഹൈറ്റ് സെയിം ആണ്, 3600 അടിയാണ് കല്ലിന്റെ ഹൈറ്റും. രണ്ടും സെയിം ഹൈറ്റാണ്. പിന്നെ ആ കല്ലിന്റെ പേരാണ് രാമക്കല്ല്. ആ കല്ലിന്റെ പേരാണ് സ്ഥലത്തിനടി. അതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് വനവാസ കാലത്ത് രാമലക്ഷ്മണന്മാര് സീതയെ തേടി ലങ്കയിലേക്ക് പോകുന്നതിലേക്ക് ഇവിടെ നിന്ന് ലങ്കയിലേക്കുള്ള വഴി കണ്ടെത്തി എന്നാണ് ഐതിഹ്യം. രാമന്റെ കാൽപാദം പതിഞ്ഞ മണ്ണാണ്, അതുകൊണ്ടാണ് രാമക്കൽമേട് എന്ന് പേര് വരാൻ കാരണം.
പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം കടലായിരുന്നെന്നും കടൽ വരിഞ്ഞ് കരയായെന്നാണ് പറയുന്നത്. പിന്നെ ഈ താഴെ കാണുന്നില്ലേ, അതൊരു അമ്പലമാണ്, രംഗനാഥ കോവിൽ എന്ന് പറയും. എല്ലാ വർഷവും മലയാള മാസം കന്നിമാസം 5 ശനിയാഴ്ച മാത്രം തുറക്കുന്ന ഒരു അമ്പലമാണ്. ബാക്കി എല്ലാ ദിവസവും അടച്ചെടുക്കുന്ന ഒരു അമ്പലമാണ് താഴാടി. പിന്നെ ആ മുട്ടുമുട്ട് പോലെ കാണില്ലേ, ആ മുട്ടുമുട്ട് പോലെ കാണുന്ന പുളിമരങ്ങളാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കൂട്ടം പോലെ കാണുന്നില്ലേ, അതെല്ലാം തെങ്ങ് കൃഷിയാണ്, തെങ്ങാണ്. പിന്നെ ഈ ബ്രൗൺ കളറിൽ കാണുന്ന എല്ലാവരും കൃഷികളാണ് എല്ലാം. ആ 3 മലയാണ്, ആ 3 മലയാണ് തേനി ജില്ല. അതിൻ്റെ അപ്പുറത്താണ് തേനി ജില്ല. ആ 3 മല കാണുന്നില്ലേ, അതിൻ്റെ അപ്പുറത്ത് ഒരു വെള്ളക്കെട്ട് വരെ കാണാൻ സാധിക്കുന്നുണ്ടോ? അതാണ് വൈകാട്ട. കാണാമോ? ആ 3 മല സൈക്കിൾ നോക്കിയാണ് അങ്ങേറ്റം കാണാം. മഞ്ഞേരോട് ശരിക്കും കാണുന്നില്ല. കാരണം വൈകാട്ട മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അങ്ങോട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ആ പുറകെ കാണുന്നതാണ് കുറച്ച് സ്റ്റാച്ചു. അതിൻ്റെ പുറകെ കാണുന്ന മഴമുറിക്ക് വേഴാമ്പലിൻ്റെ സ്റ്റാച്ചു ആണ്. അതിൻ്റെ പുറകെ കാണുന്ന ടൗണാണ് അതിൻ്റെ പുറകെ ആ സ്റ്റാച്ചുവിൻ്റെ പുറകെ കാണുന്ന ടൗണില്ലേ, അത് കമ്പം ടൗണാണ്. മലയില്ലേ, ആ മലയാണ് മേഘമല. അതൊരു മേഘമല തമിഴ്നാട്ടിലെ ടൂറിസ്റ്റ് പ്ലേസ് ആണ് മേഘമല. നമ്മുടെ അരിക്കൊമ്പനെ ഫസ്റ്റ് കൊണ്ടുവിട്ട് ആ മലയിലാണ്. പിന്നെ ഇതൊരു സൂസൈഡ് പോയിന്റ് കൂടെ ആണ്. ഒരു 16ഓളം പേര് ചാടി സൂസൈഡ് ചെയ്ത പോയിന്റ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? നമ്മൾ നേരെ തിരിച്ച് റിസോർട്ടിലേക്ക് പോവാണ്. കുറച്ച് കഴിഞ്ഞ റെസ്റ്റ്. ഇവനൊരു മനുഷ്യ പുലി, ഇവനിരുപത് നഗന്നതും പുലി, അത് അറിഞ്ഞിരും ആകെ വലി. തനിലൊരു മനിതന് പടി കാത്തിരിപ്പിന് ശേഷം നമ്മൾ പൂളിലേക്ക് ഇറങ്ങുകയാണ്. നല്ല തണുപ്പുണ്ട്, എന്ത് ചെയ്യുന്നറിയില്ല, നല്ല വിറവിറക്കുണ്ട് ഇപ്പോൾ തന്നെ. ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നത് കണ്ടറിയാം. It's too cold guys. Go. അപ്പോൾ ഗൈസ് പൂളത്തെ പരിപാടി കഴിഞ്ഞു. 1 മണിക്കൂറാണ് പൂൾ ടൈം. പക്ഷെ നമ്മൾ അതിനായിട്ട് നേരത്തെ കയറുന്നുണ്ട്. എല്ലാവരും കിതച്ച പട്ടിയായി. കുറേ കാലത്തിന് ശേഷമാണ് ഫുൾ ടയേർഡ്. നമ്മൾ കുറേ മല കയറി ഒക്കെ കയറി. പക്ഷേ നമ്മൾ വെള്ളത്തിനുള്ളിൽ എൻജോയ് ചെയ്തു. എനിക്ക് നീന്താൻ അറിയില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് കാര്യം. പക്ഷേ നീന്താൻ അറിയണ കസിൻസ് ഉണ്ട്, അവരൊക്കെ കണ്ട് കുറച്ച് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ഒന്നും എടുക്കാൻ പറ്റില്ല, ശ്വാസം പിടിക്കാൻ പറ്റില്ല കിതച്ചിട്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ചെറിയ സെറ്റപ്പൊക്കെ ആക്കിയിട്ട് പഠിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വിശക്കും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അൽഫാമൊക്കെ ആണെന്നാണ് പറയണത്. അടിച്ച് കയറ്റുക, റൂമിൽ കുറച്ച് നേരം ചില്ല പാട്ടൊക്കെ വെച്ച് കണ്ട് ഡാൻസൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ അങ്ങോട്ട് കിടന്നുറങ്ങാം. ഇനി നാളെയാണ് ഇപ്പോൾ അടുത്ത പരിപാടിയാണത്. നാളത്തോടെ ഏകദേശം ട്രിപ്പെല്ലാം അവസാനിച്ച് എല്ലാവരും വീട്ടിലെത്തും. വീട്ടിലെത്തിയിട്ട് നമ്മൾ ചെറിയൊരു പരിപാടി വേറെ ചെയ്യുന്നുണ്ട്, അത് നമുക്ക് വീട്ടിലെത്തി നോക്കാം. Yeah.